നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ, അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഇത് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭയങ്കര ബിസി ആയിപ്പോയി ഇന്നലെ, അതുകൊണ്ടാണ് അല്ലേ ഇതും. ഓക്കെ, പിന്നെ അതുകൊണ്ടാണ് ഞാൻ മാത്രമായിട്ട് വേറെ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ട് നമ്മൾ. പക്ഷേ ഇന്നലെ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കിപ്പായിപ്പോയി. വീണ്ടും ഒന്നും പറയുന്നില്ല, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ ആക്ച്വലി ഇതോ ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് ആയിരുന്നില്ല അല്ലേ? അല്ല, ഇന്നിപ്പോൾ ഒരു ബിഗ് ബോസ് എപ്പിസോഡ് ആയിരുന്നില്ല. ലാലേട്ടൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട, ഞങ്ങളെ വകയും അല്ലേ? അതെ, കാരണം വെച്ചാൽ ചിലരുടെ കാര്യമൊന്നുമല്ല, മുമ്പ് എല്ലാ സീസണും കഴിയുന്നോറും ഓരോ സീസണിലും പുള്ളി ഇങ്ങനെ അല്ലേ, ആ ഗ്രാഫ് ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് യങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ലാലേട്ടൻ മാത്രമായിരുന്നില്ല, സ്റ്റേജിൽ രഞ്ജിനി ഉണ്ടായിരുന്നു. രഞ്ജിനിയുടെ എനർജിയും കാര്യങ്ങളൊക്കെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം അല്ലേ, ഇത്ര കാലമായിട്ടും ഇപ്പോഴും അതേമാതിരി തന്നെയാണ്, ഒരു ഇതുമില്ല. അത്യാവശ്യം കുറച്ച് ഓവർ ആക്ഷനും പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അല്ലേ? ഇഷ്ടമാണ് രഞ്ജിനി. രഞ്ജിനി ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. കാരണം രഞ്ജിനിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ വിജയ് അതിനുള്ളിൽ കയറിയ സമയത്ത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ആർക്കും കണ്ടില്ല അല്ലേ? എല്ലാരും ഇങ്ങനെയൊക്കെ കാണിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ തുള്ളിച്ചാടി വിചാരിച്ചു, പക്ഷെ അതൊന്നും കണ്ടില്ല. പക്ഷെ എന്നാലും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ വിജയ് പാട്ട് പാടിയപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ പാട്ടിനെ പാടുക. കാരണം വിജയ് സ്റ്റേജിലെല്ലാം അടിപൊളിയായിട്ട് പാടും. ആ ജൽവ എന്നിട്ട് എടുക്കലൊക്കെ വിജയ് ഭയങ്കര എടുക്കലാണ്. അത് പോട്ടെ. അപ്പോൾ നമ്മുടെ പിന്നെന്താ എപ്പിസോഡ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ലാലേട്ടന്റെ മറ്റേ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലേ, ഏട്ടൻ ഫോണ്ട്. പക്ഷേ ഈ ഏട്ടൻ ഫോണ്ട് ഇതിനു മുന്നേ അത് കഴിഞ്ഞ വർഷം പറഞ്ഞു, പക്ഷെ അത് പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രാവർത്തികമായിട്ടില്ല, അത് ഇപ്പോഴാണ് ആയത്. അതാണ് അവർ പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഏട്ടൻ ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ.com. പക്ഷെ ഞാനങ്ങനെ സൈറ്റ് നോക്കിയപ്പോൾ ഞാൻ 15 സൈറ്റ് നോക്കി, ആ സൈറ്റ് കണ്ടില്ല കേട്ടോ. ഏട്ടൻ ഫോണ്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നത്, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ സംസാരിച്ചു. ആക്ച്വലി ഇതൊക്കെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി കുറേ ഒരു 5 മിനിറ്റ് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങിയില്ലേ, ഞാൻ അറിയാണ്ട് തന്നെ ഉറങ്ങിപ്പോയി. ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. നല്ല കോംബോ ആയിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചിട്ട് കറക്റ്റായി കളിച്ചത്, അവനെനിക്ക് പറ്റുന്ന സ്റ്റെപ്പ് നന്നായി കളിച്ചത് എനിക്ക് തോന്നുന്നു സിജോയും ജാസ്മിനും. പിന്നെ അർജുനും ശ്രീതും ഒക്കെ കളിച്ചു. അവരൊക്കെ സ്റ്റെപ്സ് ഒക്കെ എടുത്ത് എന്തൊക്കെയോ കളിച്ചു, നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മറ്റൊരു രണ്ടുപേർക്കും അവരുടെ ലിമിറ്റേഷൻ അറിയാം, നന്നായി ഡാൻസ് ഒന്നും ചെയ്യില്ല. പക്ഷെ അവർ സിമ്പിൾ സ്റ്റെപ്പ് സിജു നന്നായി കളിക്കുന്നുണ്ട്. ജാസ്മിൻ എപ്പോഴും പറയും ഡാൻസ് അറിയില്ല, പക്ഷെ നന്നായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ നന്നായി കളിച്ചു. പിന്നെ എല്ലാവരും കൂടി കളിച്ചപ്പോൾ ശ്രദ്ധിച്ചതാണെങ്കിൽ സിജു നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നന്നായി കളിക്കുന്നുണ്ട്. സിജു കളിക്കുന്നത് എല്ലാവരും നന്നായി കളിച്ചു. ജിൻഡോ, മറ്റേ അപ്സര, അവരൊക്കെ പിന്നെ ഡാൻസേഴ്സ് ആണല്ലോ. ഋഷി ഒന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ നന്നായി കളിക്കും. പക്ഷെ ഇതിൽ എനിക്ക് അപ്പൊ വേറെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നല്ല രസമായത് സിജോ ജാസ്മിൻ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജാസ്മിന്റെ എക്സ്പ്രഷനൊക്കെ നന്നായിട്ട് ചെയ്തു. പിന്നെ ലാലേട്ടൻ അഭിനയിച്ച മൂവികളിലെ അഭിപ്രായം ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. അത് ഓരോരുത്തർ പറഞ്ഞതും എനിക്ക് എക്സെപ്റ്റ് നോറ പറഞ്ഞത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോറ നേര് പറഞ്ഞു, നേര് കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. അല്ല, നോറ നേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. നോറ കുറെ പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നോറ നേരാണെങ്കിൽ നേര് കണ്ടത് പോലും അതിൽ അങ്ങനെ മെസ്സേജ് ഉണ്ട്, ഇങ്ങനെ മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയണ്ടേ. അല്ല, നോറ അതിന് കുറെ സിനിമയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. സത്യം നോറ എപ്പോഴാണ് അപ്പൊ ഇപ്പൊ അടുത്ത് കണ്ട സിനിമയോ പറയാം. ഇത് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സിനിമ പിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയരുത്, കഴിയില്ല അല്ലേ? എനിക്ക് ഒരുപാട് ദശരഥ ആരെങ്കിലും പറയും വിചാരിച്ചു കേട്ടോ അല്ലേ? ദശരഥം ഞാനെങ്കിൽ ലാലേട്ടന്റെ അത്ര ഫാനാട്ടോ. ലാലേട്ടനെ അപ്പൊ പിന്നെ ഏത് സിനിമ ചോദിച്ചാലും അറിയില്ല. ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് സിനിമ. അതെ. അപ്പോൾ അതന്നെയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വേറെ എന്താ എപ്പിസോഡിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഇന്ന് എപ്പിസോഡിനൊന്നും പറയാനില്ല. പിന്നെ എപ്പിസോഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ റസ്മിൻ ഔട്ടായി എന്നുള്ളൊരു ന്യൂസാണ് പുറത്തേക്ക്. അതിലെന്താന്ന് അറിയോ, ഒരു കോമഡി എന്താന്ന് വെച്ചാൽ കുട്ടികളെ കണ്ടു ചില യൂട്യൂബ് ചാനലുകാർ ഇവരുടെ അന്നത്തെ, അതായത് ഇന്നത്തെ ഫുൾ
ഫുൾ അൻസിഫ് ചില യൂട്യൂബ് എന്നല്ല അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന് പറഞ്ഞ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന് പറഞ്ഞ ചാനലില് ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് പുറത്തു വിട്ടു. സ്ക്രിപ്റ്റ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയും. പക്ഷെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ എന്തൊക്കെയാണോ? കാരണം ചില ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു, ഞങ്ങളുടെ ഇത് പറയട്ടോ, നമ്മളൊരു പ്രോഗ്രാം കാണുന്ന സമയത്ത് ബിഗ് ബോസ് പോലുള്ള ഷോസ് ഈ പ്രഡിക്ഷൻ ശരിയാണ്, കുറച്ചൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ആര് പോയി എന്നൊക്കെ അറിയാനൊക്കെ ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അത് കുഴപ്പമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് തന്നെ വായിക്കുന്ന രീതിയിൽ, അതായത് ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരാള് ഇയാളാണ് ഔട്ട് ആയത് എന്ന് പറയില്ലേ, നമ്മളെ രാജ് ടോക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അത് മാത്രം പറയാം, അതാണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ല, ഇതായത് സ്ക്രിപ്റ്റ് മൊത്തം ഇന്നത് കഴിഞ്ഞിട്ട് ഇതുണ്ടായി, ഇത് കഴിഞ്ഞിട്ട് ഇതുണ്ടായി, അത് കഴിഞ്ഞിട്ട് അതുണ്ടായി, അങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് മോശമായി തോന്നുന്നു. അതെ, അതൊരു സുഖമുള്ള കാര്യമല്ല. ആരായാലും ബിബിന്റെ ഏത് ക്രൂ ആണെങ്കിലും ഇത് പുറത്തേക്ക് വിടുന്ന പറഞ്ഞാൽ നല്ലൊരു പരിപാടികളൊക്കെ പറയുന്നത്. പക്ഷെ ആദ്യമൊക്കെ അവൻ പറയുന്ന സമയത്ത് പ്രൊമോ ഒന്ന് വായിച്ചെടുക്കാൻ തോന്നിപ്പോയി. പക്ഷെ അതല്ല, ഒരുവിധം കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നെ വന്നു, പറഞ്ഞത് തന്നെ ശരിയാണ്. അതൊന്ന്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതൽ വിവാദം പുറത്താണ് നടക്കുന്നത്. പിന്നെ പറയണ കേൾക്കണു അപ്സര ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ഫുൾ അതായിരുന്നു യൂട്യൂബിൽ. അത് മറ്റേ ചങ്ങാതി എന്തോ ഒരു കാറിലിരുന്നുള്ള ഫോട്ടോ ഇട്ട് തോന്നുന്നു. അപ്സരയുടെ ഹസ്ബൻഡ് ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്സര ഔട്ട് ആയിട്ടില്ല കേട്ടോ കേൾക്കണ്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്സര ഔട്ട് ആയിട്ടില്ല. നമുക്കറിയാൻ പറ്റില്ല, നമ്മള് ഇങ്ങനെ ഇവര് പറയണ കേട്ടു അപ്സര ഔട്ട് ആയിട്ടില്ല. റസ്മിനാണ് പുറത്തു പോയതെന്ന് കേൾക്കുന്നുണ്ട്. റസ്മിൻ എന്തായാലും പോയി, അപ്സര പോയിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? കറക്റ്റ്. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു ഇതുപോലെ, മറ്റേ അഖിൽമാരാർക്കെതിരെ ശോഭ കേസ് കൊടുത്ത കേസ്. കഴിഞ്ഞ സീസണിലെ പക അതേമാതിരി കഴിഞ്ഞ സീസണില് ശോഭയുടെ പക എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ദേഷ്യമായിരുന്നു അഖിലിനോട്. അത് ഇപ്പോഴും ഒരു ഫസ്റ്റ് കിട്ടാത്തോണ്ടുള്ള ഒരു ദേഷ്യം വൈരാഗ്യം ഇപ്പോഴും അതേപോലെ കൊണ്ടു നടക്കുക പറഞ്ഞാലേ ഒരു എന്തെങ്കിലും കാര്യത്തിൽ പിന്നെ കേസ് കൊടുക്കുക. ഈ ഒരു ഷോയില് കുട്ടികളെ തല്ലി എന്നുള്ള കേസ് അതൊന്നും എവിടെ എത്തിയില്ല. പക്ഷെ ഇത് എന്ത് കേസാ കൊടുത്തെന്നുള്ളത് മനസ്സിലാവില്ല. അഖിലിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് ഇന്നലെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ് വന്നത്. ഇന്ന് അതേമാതിരി ഇതിന്റെ കൂടെ നമ്മൾ ഷോ കാണുന്നതിന്റെ കൂട്ടത്തിൽ ഗബ്രി ലൈവിലുണ്ടായിരുന്നു. ഞാൻ കുറച്ചേരം ഗബ്രിയുടെ ലൈവ് ഒന്ന് കണ്ടു. ആസ് യൂഷ്വൽ അതിന്റെ ഉള്ളിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനും കുറച്ചേരം കണ്ടു, പക്ഷെ അതിലൊന്നും ഇങ്ങനെ ഗബ്രി ഫാനാണ്, ജാസ്മിന്റെ ആണ്, അങ്ങനെ എനിക്ക് ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവിടെയും ഇവിടെയും പിന്നെ തൊടാതെ പറയുന്നതാണ് കേട്ടത്. ബാക്കി കാര്യങ്ങൾ നിങ്ങളാരും കേട്ടു വെച്ചാൽ കമന്റ് ചെയ്യുക. റെലവെന്റ് ആയിട്ടല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായ രീതിയിലുള്ള ഒരു ടോപ്പിക്കോടെ ഗബ്രി പറയുന്നത് കേട്ടില്ല കേട്ടോ. പിന്നെ ഇന്നിപ്പോ ഇയാളുടെ ജാസ്മിന്റെ ഫാദറിന്റെ വോയിസ് ക്ലിപ്പാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിബിന് അയച്ച വോയിസ് ക്ലിപ്പ്, അതിന് മറു വോയിസ് ക്ലിപ്പ്. പിന്നെ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിന്ന് സമയം കിട്ടിയില്ല. ഓഫീസിലുള്ളതുകൊണ്ടാണ് സമയം കിട്ടാതിരുന്നത്. കുറേ വോയിസ് ക്ലിപ്പ് ഈ ആർമിക്കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, അത് പോട്ടെ. ഇനിയിപ്പോൾ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് വിടാം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളിവാരി എറിയുന്ന രീതിയിലുള്ളതും പിന്നെ അഫ്സലിനെ കുറേ ഇൻസൾട്ട് ചെയ്യുന്ന കമൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് അല്ലേ ഇതോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോന്റെ ഇത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉണ്ടാവും. നാളെ ഡ്രൈ ഡേ ആണോ? അതറിയില്ല. നാളെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലെ തന്നെ ആയിരിക്കും, ലൈവ് ഉണ്ടാവില്ല. ലൈവ് ഉണ്ടാവും എന്താ അറിയില്ല, നമ്മൾ വെച്ച് നോക്കിയില്ല അല്ലേ ഇപ്പൊ ലൈവ് ഉണ്ടോ എന്നുള്ളത്. ലൈവ് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ എന്തായാലും ലൈവ് ഉണ്ടാവില്ല. നാളത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞിട്ട് റസ്മിന്റെ ഔട്ടാവലും കൂടി കഴിഞ്ഞതിന് ശേഷം ലൈവ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, വേറെ വിശേഷമൊന്നുമില്ല. കഥയായിട്ടൊന്നും അങ്ങനെയൊന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത്ര തന്നെയുള്ളൂ. നാളെ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ബിഗ് ബോസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം അല്ലേ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.